السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. സൂറത്ത് സ്വാഫാത്ത് 167 മുതലുള്ള ആയത്തുകളാണ് എടുക്കുന്നത്. തഫ്സീറിൽ 177-ാമത്തെ പേജിൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كانوا ليقولون لو أن عندنا ذكر من الأولين لكنا عباد الله المخلصين فكفروا به فسوف يعلمون ولقد سبقت كلمتنا لعبادنا المرسلين إنهم لهم المنصورون وإن جندنا لهم الغالبون فتول عنهم حتى حين وأبصرهم فسوف يبصرون أفبعذابنا يستعجلون فإذا نزل بساحتهم فساء صباح المنذرين وتول عنهم حتى حين وأبصر فسوف يبصرون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അവസാനത്തെ 3 ആയത്തുകൾ കേൾക്കുന്നുണ്ടോ? ഇവിടെ ജുമാക്കല്ലേ ലാസ്റ്റ് أعوذ بسم الله. ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്തു. 160-ാമത്തെ സൗണ്ടിലോ എപ്പോഴാ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ കഴിയും. ബാക്കി അവിടെ ദിക്റൻ എന്നല്ലല്ലോ, പഠിച്ചല്ലേ? ദിക്ർ എന്ന് പറയണ്ട, ഖാഫിന് ത്വാ ജീമ് ദാല് യഖ്തുബ് ജദ് ബാ ജീമ് ദാല് ഇതിൽ വന്നാലേ ബ് ഖത്ത് എന്നൊക്കെ പറയണ്ട. ഇവിടെ ദിക്ക് എന്ന് പറയണ്ട, ദിക്ക് എന്ന ഉച്ചാരണം വേണ്ട. ദിക് പറയും ഇറങ്ങാറുണ്ട് അല്ലേ? ലെഫ്റ്റ് ഭാഗത്ത്, എന്റെ ലെഫ്റ്റ് ഭാഗത്ത് നിങ്ങളെ സൗണ്ട് കേൾക്കണില്ല. لعبادنا مرسلين لله عبادنا ഒന്നുകൂടെ لعبادنا المرسلين അടുത്തത് ഓക്കേ മതി خلاص നോക്കാം. മലക്കുകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് സൂചിപ്പിച്ചത്. മലക്കുകളെ കുറിച്ചുള്ള ആരോപണങ്ങളും മലക്കുകൾ ആരാ അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായ സ്ഥാനങ്ങളും ജോലികളും നിശ്ചയിക്കപ്പെട്ടതാണ്. സ്വഫുകളായി നിൽക്കുന്നവരാണ്, എപ്പോഴും തസ്ബീഹ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നവരാണ്. എന്നിട്ട് പറയാണ്
വഇൻ കാനൂ അവരായിരുന്നു ഈ മക്ക മുശ്രിക്കുകളൊക്കെ ആയിരുന്നു യഖൂൽ അവർ പറയായിരുന്നു ലൗ അന്ന ഇൻദന തീർച്ചയായും ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ വല്ല പ്രമാണം തെളിവ് അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ മിനൽ ഔവലീൻ പൂർവികരായ ആളുകളിൽ നിന്നും ഈ ഖുർആനെ നിഷേധിക്കുന്ന ആളുകളാണല്ലോ ഇവർ വലിയ വീമ്പളക്കാണ്. നമ്മളും പറയൂലേ പിന്നെ ഈ ഗൾഫിലേക്ക് വിസയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്നലെ ഒരു വിസ ഉണ്ടല്ലോ പോയി എന്നറിയും. അതേപോലെ ഞങ്ങൾക്കൊരു ഒരു പൂർവികന്മാരിൽ നിന്നൊരു ഗ്രന്ഥമോ തെളിവോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലകുന്ന ഞങ്ങളുമാകുമായിരുന്നു ഇബാദല്ലാഹ് ആര് അള്ളാന്റെ അടിമകൾ. എങ്ങനത്തെ അടിമകൾ? അൽ മുഖ്ലസീൻ, അങ്ങനെ നല്ല ഇഖ്ലാസ് ഉള്ള. നിങ്ങൾ തെറ്റുകാരാണ്, ഈ ശിർക്കും കൊണ്ട് നരകത്തിലേക്ക് പോകുന്നവരാണ് എന്ന് പറയുമ്പോൾ പല ന്യായങ്ങളും ഇവര് നിരത്തുന്നത് കൂട്ടത്തിൽ ഇവര് പറയാണ് ലൗ അന്ന ഇൻദനാ ദിക്റൻ മിനൽ അവ്വലീൻ ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്നുള്ള വല്ല തെളിവുകളോ പ്രമാണങ്ങളോ അവർ ഞങ്ങൾക്ക് കൈമാറിയിരുന്നുവെങ്കിൽ ഞങ്ങളും ശരിക്കും ഇഖ്ലാസുള്ള അടിമകളാകുമായിരുന്നു. പടച്ചവൻ ഒരിക്കൊന്നും കൊടുക്കാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. തെറ്റുകൾ ചെയ്യുന്ന എല്ലാവരും എന്തിന് ആദ്യം തെറ്റ് സമ്മതിക്കുന്നില്ല. ഒരാളോടും എന്താ ചെയ്യാ? തർക്കിച്ചു നോക്കും, ന്യായീകരിച്ചു നോക്കും. ലാസ്റ്റ് എന്ത് സംഭവിക്കൂ? തെറ്റാന്ന് പറയും. അതുവരെ കുറ്റം ചെയ്തവൻ പിടിച്ചുക ഇയാളെ കുറ്റം പോലെയായിരിക്കും അല്ലേ? അത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും വണ്ടി തട്ടിയാലൊക്കെ അങ്ങനെ തന്നെ കാണല് അല്ലേ? അത് നമ്മൾ അങ്ങോട്ട് പോയി കുത്തിക്കഴിഞ്ഞാൽ ഓനാണ് ഇറങ്ങി അതായിരിക്കും നമ്മൾ കണ്ടിരുന്ന തെറ്റ്. ഇതെല്ലാവരും പറയുന്നത്. ഈ തർക്കം ഇവിടെ മാത്രമല്ല, നരകത്തിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? തർക്കിച്ചു കൊണ്ടേയിരിക്കും. ഈ ന്യായത്തെ പടച്ചോൻ എതിർക്കുന്നതും പൊളിച്ചടക്കുന്നതും എങ്ങനെയാണെന്നറിയോ? ഫകഫറു അവർ നിഷേധിച്ചു ബിഹി ഖുർആന്. വല്ല കിതാബും തെളിവൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ റസൂലുള്ളാഹിയുടെ കിതാബ് ഖുർആനെ കാണിച്ചു കൊടുത്തപ്പോ അവരെന്താ ചെയ്തത്? നിഷേധി. ഇതുവരെ പ്രശ്നം വേദഗ്രന്ഥം കിട്ടാത്തതായിരുന്നു. കിട്ടി നോക്കുമ്പോ അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. ഫസൗഫ യഅലമൂൻ ഇതിന്റെ ഭവിഷ്യത്ത് വഴി അവരെന്ത് ചെയ്യും? അറിയും. ഇത് ഒറ്റൊന്നേ നമ്മൾ പഠിക്കാനുള്ളൂ. കുറ്റവാളികൾ, അത് സത്യനിഷേധികളായ കുറ്റവാളികളാണെങ്കിലും ശരി, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് വേറെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി. ഇപ്പോഴും നമ്മളെ കൂട്ടത്തിലൊക്കെ ചില ആൾക്കാർ പറയലില്ലേ, ഞാൻ ഇങ്ങനെ ആയിപ്പോയത് പഠിച്ചോ ഇങ്ങനെ കണക്കാക്കിക്കൊണ്ടോ പറയുന്ന ആൾക്കാരില്ലേ? കുറ്റാരിക്കാണ് പഠിച്ചോനിക്കാ കുറ്റമുള്ളത് അല്ലേ? അല്ലെങ്കിൽ എന്താ പള്ളിയിൽ ജമാഅത്തിന് പോകാത്ത കമ്മിറ്റിക്കാര് ശരിയില്ല, കുറ്റക്കാരിക്കാണ് കമ്മിറ്റിക്കാർക്കാ. അതുകൊണ്ടാണ് ഇയാൾ പള്ളിയിൽ പോവാത്തത് അല്ലേ? ഉസ്താദിന്റെ സുജൂദിന്റെ നീളക്കുറവ് അല്ലെ നീളം കൂടുതൽ അല്ലെ? ഖുതുബയുടെ സമയം 5 മിനിറ്റ് ആയത് നിസ്കാരം ദീർഘിപ്പിച്ചു പോയി. പിന്നെ പള്ളിയിൽ എവിടുന്ന നിസ്കാരം ദീർഘിപ്പിച്ചു പോയിട്ട് മൂപ്പർക്ക് എവിടെയോ കേട്ടായി എവിടെ പോവാൻ നേരെ മുമ്പിലുണ്ടോ ചാക്കട ഉണ്ടോ അവിടെ ഉണ്ടാക്കുക അല്ലേ? ഇതാണ് പ്രശ്നം അല്ലേ? അവിടെ നമുക്ക് ദുനിയാവിൽ നമുക്ക് എത്രയായാലും പ്രശ്നം, കുറ്റങ്ങളും ന്യായങ്ങളും നമ്മൾ എമ്പാടും കണ്ടെത്തും. പക്ഷെ അള്ളാഹ് പറയാണ് അവര് എന്താണോ ആവശ്യപ്പെട്ടത് ആ വേദഗ്രന്ഥം ഖുർആൻ അവർക്ക് നൽകിയപ്പോൾ അവരതിനെ നിഷേധിക്കുകയാണ്. ഇതൊരു കാരണം മാത്രം. ചിലര് പറയൂലേ അയാളാണ്, അല്ലെങ്കിൽ നിങ്ങളെ വന്നതുകൊണ്ട് നാട്ടിൽ ഈ തൗഹീദിന്റെ പ്രസംഗം കൊണ്ട് നിങ്ങളെ സുന്നത്തും ബിദ്അത്തും അത് കൽപ്പിക്കലും ബിദ്അത്ത് എതിർക്കലും കൊണ്ട് ഇതൊക്കെ കാരണങ്ങളാ, ഓരോ കാരണങ്ങളാ. ശരിക്കും സത്യവിശ്വാസികൾ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർ പേടിക്കും, വിറക്കും, ഈമാൻ വർദ്ധിക്കും, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും. മുനാഫിഖ് ആയത്തുകൾ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ വേറെ ആളെ ഇങ്ങനെ നോക്കും. ഇന്നത്തെ ഖുർആൻ ക്ലാസ് ഈ ആചാരെ പറ്റി തന്നെയാ, ഇന്നലത്തെ ഖുതുബ അയാളെ പറ്റി തന്നെയാ, ഇയാൾക്കൊന്നുമില്ല, ഞാനെന്താ ഇങ്ങനെ ആയപ്പോയത്, അള്ളാഹ് എന്നെ ഇങ്ങനെ ആക്കിയത് പണ്ടന്നെ. അതാണ് ഇത് മുശ്രിക്കിന്റെ ന്യായാണ്. ദയവ് നമ്മൾ എന്ത് ചെയ്യരുത്? ഇത് പറയരുത്. നമ്മുടെ തെറ്റ് അള്ളാഹിലേക്ക് എന്ത് ചെയ്യണ്ട? ചാർത്തണ്ട. അത് ആരിലേക്ക് തന്നെ മതി? നമ്മിലേക്ക് തന്നെ മതി. ഫസൗഫ യഅലമൂൻ അതിന്റെ ഫലം എന്ത് ചെയ്യും? അവർക്ക് പിന്നെ അറിയും ഇൻഷാ അല്ലാഹ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് വലഖദ് സബഖത് സബഖ കോബാ സെന്റർ പറയണം. നമ്മൾ മുസാബഖ എപ്പോഴും നടത്തുന്ന മുൻകടക്കുന്ന മുസാബഖയുടെ അർത്ഥം ചിലപ്പോൾ പഠിക്കണ്ടേ? എന്താ മുസാബഖ? ഇത് അടിപിടി ഒന്നാണല്ലോ അല്ലെ? മത്സരം, മുന്നേറുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മുമ്പേ പിന്നെ മുമ്പിട്ട് പറയാതൊക്കെ അർത്ഥാണ്. വലഖദ് സബഖത്
മുമ്പ് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കലിമത്തുന, നമ്മുടെ ഒരു വാക്ക്. അള്ളാഹ് പറയാണ് നമ്മുടെ ഒരു വാക്ക് വന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ത്? ലിഇബാദിനൽ മുർസലീൻ, മുർസലീങ്ങളായ നമ്മുടെ അടിമകൾക്ക്, അള്ളാഹുവിന്റെ ദൂതരായ അഥവാ പ്രവാചകന്മാർക്ക് പഠിച്ചോൻ ഒരു വഴി, പിന്നെ ഒരു വാക്കല്ല പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? ഇന്നഹും, തീർച്ചയായും അവർ, ലഹും, അവർ തന്നെയാണ്, അൽ മൻസൂറൂൻ, സഹായിക്കപ്പെടുന്നവർ. പഠിച്ചോന്റെ ഒരു വാക്കുണ്ട്. റസൂലുള്ളാഹിയോടൊക്കെ അല്ലാഹ് പറയുന്നുണ്ട്, ശത്രുക്കൾ, സത്യനിഷേധികൾ ഭൂമിയിൽ ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കി അവരിങ്ങനെ സ്വൈര്യവിഹാരം നടത്തുമ്പോൾ പേടിക്കേണ്ട റസൂലെ, ശരിക്കും അന്തിമ വിജയം ആർക്ക് തന്നെയായിരിക്കും? വിശ്വാസികൾക്ക് തന്നെയായിരിക്കും. ഖുർആൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞില്ലേ, പിന്നെ ഈ അൻസുറക്കുമുല്ലാഹ്, ഈ നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയൂല. പക്ഷെ ആദ്യം പറഞ്ഞെന്താണ്? നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം, നിങ്ങളെ അള്ളാഹിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലോകത്ത് ആരും നിങ്ങളെ തോൽപ്പിക്കാനില്ല. പക്ഷെ എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം ഉണ്ടാകുക? വേറെ ആയത്ത് പറഞ്ഞു, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സഹായിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അവൻ എന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് അവൻ ഉറപ്പ് തരും. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുക. അള്ളാഹ് കുടുങ്ങിപ്പോയി കിടക്കുകയല്ല, നിങ്ങൾ ദീനനുസരിച്ച് നിൽക്കുക. ഉമറുൽ ഖത്താബ് പറഞ്ഞതുപോലെ, അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം, അള്ളാഹ് ഇസ്ലാം കൊണ്ടാണ് ഇസ്സത്ത് തന്നത്. നമ്മളെ അള്ളാഹു സഹായിക്കണമെങ്കിൽ നമ്മൾ ഇസ്ലാമായി, മുസ്ലിമായി, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയണം. എങ്കിൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഉണ്ടാകില്ല, ഉറപ്പന്നെയാ. അള്ളാഹിന്റെ സഹായം ഇല്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവസാനം ഒരു സമയമെത്തും, ഭക്ഷണത്തളികയിലേക്ക് വിശന്ന് വരഞ്ഞ ആളുകൾ, അവർക്ക് മുമ്പിൽ ഒരു ഭക്ഷണത്തളിക ഇട്ടാൽ, നമ്മൾ കാണുന്നുണ്ടല്ലോ ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ എറിയുമ്പോൾ അല്ലെ, പുതപ്പിന്റെ കഷ്ണത്തിന്, അപ്പക്കഷ്ണങ്ങൾക്ക് അല്ലെ, അവരൊക്കെ ആ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടി ആർത്തിയോടെ തിന്നാൻ മത്സരം കാണിക്കുന്നത് പോലെ എന്റെ സമുദായമേ, നിങ്ങളെ കുത്തി വലിച്ച് തിന്ന് തീർക്കാൻ ലോകത്ത് എല്ലാവരും വരും, മത്സരിക്കും. റസൂലേ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, ലാ, നിങ്ങൾ ന്യൂനപക്ഷമൊന്നുമല്ല, ബൽ അൻതും കസീർ, നിങ്ങൾ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടാകും. പക്ഷെ ആർത്തൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചലിലെ ചപ്പ് ചണ്ടികളെ പോലെ, പൊങ്ങുതടികളെ പോലെ, ഒന്നിനും പറ്റാതെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ആളുകളായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് രണ്ട് ദുർബലത ഉണ്ട്. അന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിൽ ജീവിക്കാൻ കുറെ മോഹമുണ്ട് നിങ്ങൾക്ക്. വകറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾക്ക് മരിക്കാൻ വെറുപ്പുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ശത്രുക്കൾ നിങ്ങളെ കൊത്തി വലിച്ചു തിന്നും. നിങ്ങൾ പേടിക്കും, ഓരോ നിയമങ്ങൾ വരും, പേടിപ്പിക്കും. പേടിപ്പിച്ച് നിങ്ങളെ അവരെന്ത് ചെയ്യും? ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തുകൊണ്ടാ പേടിക്കുന്നത്? ശത്രു ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ പേടിക്കാനുള്ള കാരണം എന്താ? നിങ്ങൾക്ക് ദുനിയാവിൽ പിന്നെ ജീവിക്കണം എന്നുള്ള മോഹമുണ്ട്. ഇങ്ങോട്ട് കൊല്ലണം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ രാജ്യങ്ങളുണ്ട് അല്ലെ. ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്തപ്പോഴത്തേക്ക് ചർച്ചകളും കാര്യങ്ങളും എത്ര പെട്ടെന്ന് പോയി. മരിക്കാൻ പേടിയില്ലാത്ത ഒരുത്തനെ തോൽപ്പിക്കാൻ കഴിയൂല. മരിക്കാൻ പേടിയുള്ള ആളെയോ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് രണ്ടും നിങ്ങൾക്കുണ്ട്. ഇന്ന് ശത്രുവിനറിയാം സമുദായത്തിന് ചാർജ് ഇല്ല, അങ്ങനത്തെ ഒരു വിഭാഗമാണത്. മുമ്പ് ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ടെന്റിലേക്ക് ചാരന്മാരെ പറഞ്ഞേക്കലുണ്ടായിരുന്നു. പുലർച്ചക്ക് തഹജ്ജുദ് നേരത്ത് എണീറ്റ് നിസ്കരിക്കുന്ന ജനതയെ നോക്കിയിട്ട് ശത്രു സൈന്യത്തിന്റെ പടയാളികളുടെ നേതാക്കന്മാര് പറയും, ഈ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഈ ടീമിനെ തോൽപ്പിക്കാൻ തീവ്ര ഒരിക്കലും കഴിയില്ല. മരിക്കാൻ പേടിയില്ല. ഖാലിദ് ഇബ്നു വലീദൊക്കെ അങ്ങനെയാ. യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ, കപ്പൽ കയറി പോയി കഴിഞ്ഞാൽ അക്കരയിലെത്തിയ കപ്പൽ കണ്ട് കത്തിച്ചു കളിയാ. എന്താ സൈന്യത്തിന്റെ ഓർഡർ? ഒന്നുകിൽ ജയിച്ചു വരിക, അല്ലെങ്കിലോ അവിടെ ഷഹീദാകുക. രണ്ടും ജയാണ്
അല്ലെ? ഇതാണ് മുസ്ലിങ്ങൾ. അള്ളാന്റെ ദൂതർക്ക് അള്ളാഹ് പ്രവാചകന്മാർ കൂടെ നിങ്ങൾ സഹായിക്കപ്പെടും. ഉഹദിൽ 70 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലെ? ജബൽ റുമാത്തിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി യുദ്ധം കുറെ പ്രയാസങ്ങളായി 70ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. അബൂ സുഫിയാൻ എന്ന അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട്, മുഹമ്മദെ, ബദറിൽ ഞങ്ങളുടെ 70 ആളുകളെ നീ കൊന്നു, പകരം ഉഹദിൽ നിന്റെ 70നെ ഞങ്ങൾ കൊന്നു. ഉമറെ മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ ഉഹദിൽ ഒരു പാറക്കല്ലിൽ കയറി ഉമർ പറയുന്നുണ്ട്, അബൂ സുഫിയാനെ, ബദറിൽ കൊല്ലപ്പെട്ട നിങ്ങൾ 70 നരകത്തിലേക്കാ, ഉഹദിൽ കൊല്ലപ്പെട്ട ഞങ്ങൾ 70 സ്വർഗത്തിലേക്കാ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? തോറ്റിട്ടില്ല. ഇതാണ് ജയം. ആർക്കായിരിക്കും? മുസ്ലിങ്ങൾക്കായിരിക്കും. പക്ഷെ അള്ളാന്റെ കണ്ടീഷനൊക്കെ അള്ളാൻ എന്ത് ചെയ്യണം? സഹായിക്കണം. നമ്മളെപ്പോഴും നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കുറച്ചു മുമ്പ് ഇന്ത്യയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോ അതിന്റെ ഒരാഴ്ച തലേന്ന് വരെ എന്തെല്ലാം ദുആണ് സ്റ്റിക്കറായിട്ട് വാട്സപ്പിൽ പോകുന്നത് അല്ലെ? എല്ലാ ശത്രുവിനും കാണുമ്പോഴുള്ളതുക, പിന്നെ മുസ്ലിങ്ങൾ സഹായിക്കപ്പെടാനുള്ളതും എന്തെല്ലാം ദുആയിരുന്നു. ജയിച്ചില്ല, പക്ഷെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീർന്നു തുടങ്ങിയപ്പോ പിന്നെ എന്തായി? പിന്നെ 5 കൊല്ലത്തെ പിന്നെ നമ്മളെ കല്യാണം JCB നമ്മൾ തന്നെ ആയിട്ട് ആനപ്പുറത്ത് തന്നെ പുതിയാപ്പള, അത് കഴിഞ്ഞു. ഒരു പ്രശ്നം ഖത്തർ അതേപോലെ തന്നെയായിരുന്നു. ഖത്തറിലേക്ക് മിസൈൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും യാസീനോദലും ഖുർആനോദലും ഇതേ ദുആലും പിന്നെ ഇറങ്ങിയിരുന്നു. അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴും ഖലാസ് കഴിഞ്ഞു. നമ്മളിത്രയേ ഉള്ളൂ, നമ്മൾ കൂടുന്നരുത്. അള്ളാനെ സ്വീപ്പാക്കുന്ന പോലെ അല്ലേ? ഈ കൗമിനെ ഒരിക്കലും ഉണ്ടാവില്ല, പേടിയുണ്ടാവില്ല. പേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും തന്നെയായിരിക്കും പേടിപ്പിക്കൽ തന്നെയായിരിക്കും. ഇത് അള്ളാന്റെ വാക്കാ. ഖുർആനിൽ എന്താണ്? ലഹുമുൽ മൻസൂറൂൻ, ദൂതന്മാരെന്തെയും സഹായിക്കപ്പെടും. വഇന്ന ജുന്ദന, തീർച്ചയായും നമ്മുടെ സൈന്യം, ലഹുമുൽ ഗാലിബൂൻ, അവരാണ് എന്ത് ചെയ്യുക? വിജയിക്കുക. അള്ളാന്റെ സൈന്യം മാത്രം എന്ത് ചെയ്യുക? വിജയിക്കുക. വിശ്വാസികൾക്കാണ്, മുത്തഖീങ്ങൾക്കാണ് അവസാനം എന്തുണ്ടാകുക? ജയം ഉണ്ടാകുക. ആ ജയം എന്ന് പറഞ്ഞാൽ മരിക്കാണ്ട് ജയിക്കാന്നല്ല അർത്ഥം. മരിച്ചാലും സാധാരണ മരിക്കുന്നതിനേക്കാൾ 100 കണക്കിന് ഇരട്ടി മഹത്താണ് ഇതിൽ എന്തിനുണ്ടാകുക? ഷഹീദായി ആ നിലയ്ക്ക് മരണപ്പെടുന്നത്. അതുകൊണ്ടാ മരിക്കാൻ പേടിയില്ല. മരിച്ചാലും സ്വർഗ്ഗം. നമ്മൾക്ക് ഒരു ചെറിയൊരു വിഷയം വന്ന് നമ്മൾ മാറി നിൽക്കും. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിന് കണ്ണ് കാണുമ്പോൾ അപസവത്തല്ല സുഹൃത്ത് ഇറങ്ങി അറിയില്ലേ? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റസൂലുള്ളാഹിയോട് പറയുന്ന, നബിയെ, എന്നെ നിങ്ങൾ യുദ്ധത്തിന് കൊണ്ടുപോകണം. നബി പറഞ്ഞ, അന്തരല്ലേ, നിങ്ങൾക്ക് ഒഴിവ് കഴിവുണ്ട്, വേണ്ട. അബൂബക്കറുടെ കാലത്ത് തന്നെ യുദ്ധത്തിന് കൊണ്ടുപോകണം. റസൂല് നിങ്ങളെ കൊണ്ടുപോയില്ലല്ലോ, നിങ്ങൾ വരണ്ട. അദ്ദേഹം മടക്കി. ഉമർ ഖത്താബിന്റെ കാലത്ത് പറഞ്ഞു, എന്നെ നിങ്ങളെ യുദ്ധത്തിന് കൊണ്ടുപോകണം. ഉമറും പറഞ്ഞു, ഞാൻ കൊണ്ടുപോകില്ല, നിങ്ങൾക്ക് ഒഴിവ് കഴിവുള്ള വ്യക്തിയാ. പക്ഷെ ഉമറിനെ നോക്കിയിട്ട് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, ഉമർ, നിങ്ങളെന്നെ മടക്കുവല്ലേ? നാളെ പരലോകത്ത് അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾ മുഖാമുഖം നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് ഈ ഉമർ എനിക്ക് തടസ്സം നിന്നു എന്ന് ഞാൻ പരാതി പറയുന്നു പറഞ്ഞപ്പോ ഉമർ പേടിച്ച്. പരലോകത്തെ കുറിച്ച് കേട്ടപ്പോ ഉമർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പൊ 2 കണ്ണിനും കാഴ്ച ഇല്ലട്ടോ. അദ്ദേഹം പറയണം, അബ്ദുല്ലാഹി മക്തൂം, ഉമറെ, നിങ്ങൾ എന്നെ യുദ്ധത്തിന്റെ പതാക ഏൽപ്പിക്കണം, കൊടി എന്റെ കയ്യിൽ തരണം. ഞാൻ മുമ്പിൽ നടക്കും, ഞാൻ കാണൂലല്ലോ ഒന്നും, ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകും. ബാക്കിൽ നിൽക്കുന്ന സൈന്യത്തിന് ഞാൻ ഇങ്ങനെ പോകുമ്പോ അവർക്ക് എന്തായിരിക്കും? ഒരാവേശമായിരിക്കും. നിങ്ങൾ നോക്ക്, ഒരു തലവേദന വന്ന് നമ്മൾ ലീവ് എടുക്കില്ലെത്തുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ രണാങ്കണത്തിൽ കൂടെ ശത്രുവിന്റെ നേരെ പോകും, ബാക്കിലെ സൈന്യത്തിനൊക്കെ ആവേശം വരും. ആ യുദ്ധത്തിൽ അദ്ദേഹം മരിക്കുന്നതുണ്ട്, ചരിത്രത്തിൽ കാണാം. ഈ കക്ഷത്തിൽ ഇങ്ങനെ കുടി ഇങ്ങനെ പിടിച്ചിട്ട് അല്ലേ? അദ്ദേഹത്തെ ചരിത്രം പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വലത്തേക്ക് വെട്ടുകെട്ടി, ഇടത്തേക്ക് ഭാഗത്തേക്ക് കൂടെ വെട്ടുകെട്ടി ഭൂമിയിലേക്ക് അദ്ദേഹം വീണപ്പോ ആ കൊടി ഇങ്ങനെ ഇറുകെ പിടിച്ച് വീഴുകയാണ്. അള്ളാഹു കൊടുത്ത കടുത്ത പരീക്ഷണം പോലും ഇസ്ലാമിന് പോസിറ്റീവായിട്ടാണ് അവർ നീന്നത് ഉപയോഗിക്കുന്നത്. നമുക്കൊരു കാലം നഖത്തിനെന്ത് മതി അല്ലേ? നമ്മളത്രയേ ഉള്ളൂ. നമ്മളെ ഓരോ കുറവുകളും അല്ലെ? അള്ളാഹു തന്ന പരീക്ഷണത്തെ പോലും അവർ ഉപയോഗിക്കുന്ന രീതി നോക്ക നിങ്ങൾ. നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണില്ലേ, അന്ധന്മാര് ഖുർആൻ ഹിഫ്ളാക്കിയിട്ട് ഓതുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് എത്ര ഗ്രന്ഥം എഴുതിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് കണ്ണു കാണുന്നില്ല വിനാശം അല്ലെ? നിങ്ങൾ നോക്ക്, ഇത്ര വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പഠിച്ചോ, നമുക്ക് കണ്ണ് തന്നു, കാത് തന്നു, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്തു? ജയം അതാർക്ക് തന്നെയായിരിക്കും അവസാനം. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴത്തേക്ക് അള്ളാഹ് എന്നെ കൈ ഒഴിഞ്ഞു, അള്ളാഹ്ക്ക് എന്നെ വേണ്ടേ,
എപ്പോഴും സുഖിച്ച് ജീവിക്കണം എന്നുള്ള രീതി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അല്ലാഹു കൊടുത്ത വാക്ക് ജയിക്കും, അവസാനം ജയിക്കും എന്ന് വെച്ചാൽ ദുനിയാവിൽ എല്ലാ സുഖവും കൊടുക്കും എന്നുള്ളതല്ല. ശത്രു പേടിപ്പിക്കുമ്പോ നമ്മളെങ്കിലും, ഖുർആൻ പഠിച്ച നമ്മളെങ്കിലും പേടിക്കാതിരിക്കുക. ആരാ പേടിപ്പിക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടാത്തൊരു വിഭാഗം. ആരാ പേടിക്കുന്നത്? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നൊരു വിഭാഗം. ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബ് അള്ളാഹ്. ആ അള്ളാഹ്ക്ക് നമ്മൾ സുജൂദ് ചെയ്യുക. ആ അള്ളാഹ് നിഷേധിക്കുന്നത് നമ്മളെ മുസ്ലിങ്ങളെ പേടിപ്പിക്കുക. നമ്മളെ പേടിക്കുക. എന്തൊരു വിരോധാഭാസമാണ്. ശരിക്കും നമ്മൾ ആരുടെയാണ്? അള്ളാഹ്നാണല്ലേ. ഒരാൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പേടിപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ ഒരു അറബിക് കാർട്ടൂൺ, ഞാൻ മുമ്പ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു അറബിക് കാർട്ടൂണിൽ കണ്ടില്ലേ, ഒരാൾ ഒരു അറബിയെ കൊല്ലാൻ വേണ്ടി വരുന്നു. നീ അത്തുലു, ഞാൻ ഇപ്പൊ നിന്നെ കൊല്ലും. അപ്പൊ അറബി പറഞ്ഞു കൊടുക്കുക അയാളോട്, കൊൽ ഇൻഷാ അല്ലാഹ്. നീ എന്ത് പറ? ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹ് ഉദ്ദേശിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അള്ളാഹ് ഉദ്ദേശിക്കാതെ ഭൂമിയിൽ ഒരു മണൽത്തരി ഇറങ്ങൂല. എന്നിട്ടല്ലേ ഈ സമുദായത്തെ തുടച്ചു നീക്കാന്നൊക്കെ പറയുന്നത്. പറഞ്ഞോട്ടെ നബിയെ, അവര് പറയട്ടെ, ശത്രു അങ്ങനെ കളിക്കട്ടെ. അവർക്ക് ദുനിയാവ് കുറച്ചേ ഉള്ളൂ, അതവര് ചെയ്യും. ഇത് സിജിനുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജയിലാണ്. ജന്നത്തുൽ കാഫിർ, നിഷേധിയുടെ സ്വർഗമാണ്. ജീവിതം ഇവിടെയല്ല എന്ന് അള്ളാഹ് തെളിയിക്കുക. ഇവിടെ നിങ്ങൾക്ക് ജീവിക്കണം എന്ന് പൂതിയുള്ള കാലത്തോളം ശത്രുവിനെ കൊണ്ട് നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ആദ്യം ഇൻഷാ അല്ലാഹ് എല്ലാവരും നോക്കി. അടുത്ത ആദ്യം 104. فتول عنهم حتى حين وأبصرهم فسوف يبصرون أفبعذابنا يستعجلون فإذا نزل بساحتهم فساء صباح المنذرين وتول عنهم حتى حين وأبصر فسوف يبصرون. ഇതൊക്കെയാണ്. അതുകൊണ്ട് നബിയെ, ശരിക്കും ജയിക്കുന്നത് വിശ്വാസികളായിരിക്കും, മുർസലുകളായിരിക്കും. ഇത് അള്ളാന്റെ വാക്ക് കഴിഞ്ഞു, അള്ളാഹ് എഴുതി വെച്ച് കഴിഞ്ഞതാ. ഇനി അത് മാറ്റുമോ? അത് അള്ളാന്റെ ലൗഹുൽ മഹ്ഫൂസ് എഴുതി വെച്ചതാണ്. വിശ്വാസികൾക്കായിരിക്കും ജയം, മുർസലുകൾക്കായിരിക്കും ജയം, സഹായം. അതുകൊണ്ട് ഫത്തവല്ല, നീ തിരിഞ്ഞു കളയും അൻഹും അവരെ. ഹത്താഹിൻ, കുറച്ച് സമയം അവർ അവഗണിച്ച്. ഇപ്പൊ ഈ കാണുന്ന ബഹളം കണ്ടിട്ട് എന്ത് ചെയ്യണ്ട? പേടിക്കണം. നമ്മളെല്ലാവരും വിശ്വാസികൾ പഠിക്കണം, വിശ്വാസികൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബഹളങ്ങളും ശബ്ദങ്ങളും കേട്ടിട്ട് നിങ്ങൾ ബേജാറാകണം. ചില ആൾക്കാർ ഇതേ ന്യൂസാ വിടുക. നമ്മളെ കൂട്ടത്തിലൊക്കെ പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും. നമ്മൾ രാവിലെ നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പ് വന്നിട്ട് അവിടെ അങ്ങനെയാക്കി, ഇവര് കേടിലും കൂടി ഉണ്ടാവില്ല, അറിഞ്ഞും കൂടി ഉണ്ടാവില്ല. ഇത് മാത്രം നമ്മൾ ശരിക്കും പേടിപ്പിക്കുന്ന ന്യൂസ് ഇവിടെ പാടില്ല എന്നുള്ളത്. സത്യവിശ്വാസികൾക്ക് പിന്നെ ആവേശം നഷ്ടപ്പെടുന്ന ന്യൂസ് എന്ത് ചെയ്യരുത്, വിടരുത്, പേടിപ്പിക്കരുത്. ഇത് മാത്രം തെരഞ്ഞുപിടിക്കുക എല്ലാം ആ നിലക്ക് അല്ലേ. എന്തായി, അങ്ങനെയായി, ഇങ്ങനെ. ആ നാട്ടുകാർ അറിയുന്നില്ല, ആ നാട്ടുകാർ ഇത് അറിയുന്നില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അല്ലാത്തതും നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചെയ്യുക. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പറയുന്നവർ എന്താ ചെയ്യുന്നത്? ഇവർ സ്റ്റാറ്റസ് വെക്കുന്നു പൊതുപ്പിന്റെ ഉള്ളിൽ നിന്ന് അല്ലേ. ജാഥ തുടങ്ങും, പ്രതിഷേധം എപ്പോഴും പള്ളീന്റെ മുമ്പ് അസറികരിക്കൂല അല്ലെ. അസറികരിച്ച ജാഥ കിട്ടൂല, പ്രകടനം കിട്ടൂല. അതിനുള്ളിൽ പറയാ ഞങ്ങളെ തൊട്ട് അങ്ങനെ ആക്കി. എന്ത് സഹായം? ഓഗസ്റ്റ് ഏതെങ്കിലും സമയത്ത് കുറെ കുപ്പായം പേന്റും മുട്ടി കുറെ മ്യൂസിക്കും വെച്ച് അത് ചെയ്ത് ജയം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ വിചാരിക്കുന്നു എല്ലാവരും പോയി. ആ 250 ആൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലക്ക് വാട്സപ്പിലൊക്കെ 100-150 ആളെ ഉണ്ടാക്കുക. അതിൻ്റെ അകത്ത് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് എന്തോ പിടിച്ചടക്കുന്നവരല്ല. എവിയോ പറയാ തിരിഞ്ഞ ആളിലേക്ക് അള്ളാഹു ഈ ദുനിയാവിന് എത്ര വില കൊടുത്തിട്ടുള്ളൂ. കുറച്ച് സമയത്തേക്ക് അവരെ കണ്ടറിഞ്ഞു നീ. അവർ വഴിയെ നീ കണ്ടു മനസ്സിൽ അള്ളാഹുവിന്റെ അദാബ് ശരിക്കും എന്ത് ചെയ്യും? അവർക്ക് വരും. കുറച്ചു കാലത്തേക്കൊന്ന് അടങ്ങ് റസൂലെ. ആ സമയമാകുമ്പോഴത്തേക്കും സത്യവിശ്വാസികൾ വിജയിക്കും, അത് ഉറപ്പാണ്. സത്യവിശ്വാസികൾ തന്നെ വിജയിക്കും. ഇത് അള്ളാഹു പറഞ്ഞ വാക്കാണ്, സംഭവിച്ചു കഴിയുക. ഇനി അത് മാറുന്നതല്ല. വിജയം മാർക്കായിരിക്കും? വിശ്വാസികൾക്ക് തന്നെ ആയിരിക്കും. ഇവര് കളിയാക്കും, നിങ്ങൾ അള്ളാഹ്ക്ക് ഇത്ര കഴിവുണ്ടെങ്കിൽ
എന്നാ ഞങ്ങളാണ് ശിക്ഷിക്കും. മക്കത്തെ മുശ്രിക്കുവരെ പറയലുണ്ടത്, ഞങ്ങളാണ് ശിക്ഷിക്കട്ടെ, എന്നാ അള്ളാഹ് ഞങ്ങൾ ആക്കി കാണിച്ചു തരട്ടെ. ഇന്നും യുക്തിവാദികൾ, എക്സ് ചങ്ങാതിമാര്, ഇവരൊക്കെ പലതും പറയുമല്ലോ അല്ലെ. പിന്നെ പല രീതിയിൽ കണ്ട് ഞാൻ നോമ്പിനിതാ, അടുത്തേക്ക് വിടുക, പന്നിയിറച്ചി നിന്ന് നിങ്ങൾ അടച്ചോ, പലതും പറയും. ബുദ്ധി ഇല്ലെങ്കിൽ അങ്ങനെ പലതും പറയും. ഭ്രാന്തന് ചെവി കൊടുത്തിട്ട് ഇനി വലിയ വിഷയാക്കി എടുക്കാനല്ല പറഞ്ഞത്. അള്ളാഹ് പറയാ നമ്മുടെ ശിക്ഷയെ കുറിച്ചാണ് അവർ തിരക്ക് കാണിക്കുന്നത്. തമാശയല്ലത്. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഒരാൾ തിരക്ക് കാണിച്ചാൽ അതങ്ങ് ഇറങ്ങിയാൽ, അഥവാ അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങിയാൽ, അവരുടെ മുറ്റത്തിറങ്ങിയാൽ, എത്ര മോശമാണെന്നറിയോ, സ്വബാഹുൽ മുൻദരീൻ, മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ടവരുടെ പ്രഭാതം എത്രയോ മോശമാണ്. അള്ളാന്റെ ശിക്ഷ എന്താ വരാത്ത ചോദിച്ചാൽ അതങ്ങ് വന്നാൽ ആ പ്രഭാതം അല്ലെങ്കിൽ ആ ദിവസം, പ്രത്യേകിച്ച് 2 ടൈമിനെ കുറിച്ച് അള്ളാന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ പരീക്ഷണം, ശിക്ഷകൾ അവർക്ക് വരികയാണെങ്കിൽ വരൂല എന്നുള്ളതിൽ അവർ നിർഭയത്വം അവർക്കുണ്ടോ ചോദിക്കുകയാണ്. തൊട്ടടുത്തായത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ ദുഹാ നേരത്ത്, പ്രഭാത നേരത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി, ആ ദുഹ സമയമുണ്ടല്ലോ, 2 സമയം, അള്ളാഹിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് വന്ന സമയം. ഈ 2 സമയത്ത് നിങ്ങൾ എന്ത് നിർഭയത്താ ഉള്ളത് അല്ലെ. അള്ളാഹിനെ വെല്ലുവിളിച്ച പലരും, സമൂദ് ഗോത്രം, അതേപോലെ തന്നെ ആദ് ഗോത്രം, ഇവരൊക്കെ ഓരോരും തീക്കാറ്റുകൊണ്ടും തീമഴ കൊണ്ടും ചരൽമാരി കൊണ്ടും, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി അല്ലെ ഒരു ചെറിയ കാറ്റടിക്കുമ്പോ പോലും മദീന ആ കൂരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പേടിച്ച് നടക്കും. ഒരു കാറ്റ് വരുമ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, ഇതിലുള്ള ഇളം തന്നല, നല്ല കുളിർക്കാറ്റാ. റസൂല് പറയാ, ആയിഷ, നശിപ്പിക്കപ്പെട്ട സമുദായങ്ങൾക്ക് പലരും ഇതുപോലെ ഇളം തെന്നലുകൾ വന്നിട്ട് ഈത്തപ്പനത്തടികൾ വെട്ടി വീഴുന്നത് പോലെ ആ കൗമങ്ങനെ ഒരു നാട്ടിൽ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആയിഷ, റസൂലൊക്കെ പേടിയാ, അള്ളാന്റെ ശിക്ഷ വരട്ടെ. നമ്മൾ പറയലുണ്ട് അല്ലേ, അള്ളാനെ ശിക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ രോഗം കാണാൻ വേണ്ടി പോയി, കഠിനമായ വേദനയും രോഗം. അദ്ദേഹത്തോട് ചോദിക്കും, നീ എന്തോ പ്രാർത്ഥിച്ചിരുന്നു? അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ പടച്ചവനെ എനിക്ക് ദുനിയാവ് തന്നേക്ക്, ആഖിറത്തിലേക്ക് എന്ത് ചെയ്യല്ലേ മാറ്റി വെക്കല്ലേ. നമുക്ക് നല്ലൊരു ആശയല്ലേ അതല്ലേ, പരലോകത്തേക്ക് എന്ത് ചെയ്യല്ലേ മാറ്റി. നബി എന്താ പറഞ്ഞത്? ഒരിക്കലും നമുക്കൊക്കെ ഉള്ള സ്വഭാവം, ഈമാൻ കൂടിയുള്ള സ്വഭാവം, പടച്ചവനെ ആഖിറത്തിലേക്ക് എന്റെ ശിക്ഷ മാറ്റിയേക്ക്, ഉണ്ടെങ്കിൽ ഇവിടെ തന്നേക്ക് ദുനിയാവ്. നബി പറയാ, നീ എന്തൊരു പ്രാർത്ഥനയാ ചെയ്തത്? അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? ശിക്ഷ എന്റെ മേലേക്ക് എന്ത് ചെയ്യരുത്, എന്റെ തെറ്റു പുറത്തേറണ എന്നല്ലാതെ എന്റെ ശിക്ഷ ദുനിയാവിലേക്കാക്കി തന്നേക്കുന്ന എന്ത് ചെയ്യല്ല പറയാം. അള്ളാന്റെ അദാബ് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂലൊരിക്കലും. അദ്ദേഹം പ്രാർത്ഥിച്ചങ്ങനെയാണ്. അള്ളാന്റെ ശിക്ഷ നമ്മളെ മുറ്റത്തിറങ്ങിയാലുണ്ടല്ലോ, ഒരു മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു, നീ എന്തെങ്കിലും പരീക്ഷണം, ദുനിയാവ് പരീക്ഷണമല്ല. നമ്മളെ കയ്യിൽ കാശുണ്ട്, ഏത് രോഗവും താങ്ങാൻ പറ്റും. ഒരു തലവേദന നമുക്ക് താങ്ങാൻ പറ്റൂല, ശരിക്കും വരണ്ട പോലെ വന്നു കഴിഞ്ഞാൽ പറ്റുമോ നിങ്ങൾ പറയും. അതുകൊണ്ട് അള്ളാഹുവേ, അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും വിത്തല്ലേ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. എന്നെ നീ ദുനിയാവ് ശിക്ഷിച്ചതിലേക്ക് ആഖിറത്തിലേക്ക് മാറ്റിവെക്കല്ലേ എന്ന് പറയരുത്. എന്റെ തെറ്റ് നീ പൊറുക്കണേ പടച്ചോനെ, ദുനിയാവിലും ആഖിറത്തിലും എന്തിയല്ലേ ശിക്ഷിക്കല്ലേ എന്ന് പറയണം. പരീക്ഷണം ഒരുപക്ഷെ അള്ളാഹിന്റെ ശിക്ഷയായിരിക്കാം. അത് പ്രാർത്ഥിച്ചിട്ട് കൂടെ എന്ത് ചെയ്യരുത്, നമുക്ക് താങ്ങാൻ കഴിയൂല. അതാണ് വേണ്ടത്. രണ്ടും മനസ്സിലായില്ലേ? അതുകൊണ്ട് ശത്രു കളിയാക്കി പറയും, നിങ്ങൾ അള്ളാഹ് ഉണ്ടെങ്കിൽ ശിക്ഷ ഇങ്ങോട്ടേക്ക് വരട്ടെ, അള്ളാഹ് വരെ വന്നാൽ ഇവരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അടുത്ത 2 ഞാൻ അർത്ഥം പറയുക, ഞാൻ ഓതും, നിങ്ങൾ അർത്ഥം പറയണം. എന്താ അർത്ഥം? പഠിച്ചതാണ് 124-ാമത്തെ ആയത്തില്. അവരെ തിരിച്ചേക്ക് വിട്ടേച്ചേക്ക്, നമ്മൾ ഇഗ്നോർ ചെയ്തേക്കെന്ന് പറയില്ലേ, അവഗണിച്ചേക്ക് അവരെ. 5 പൈസ ഇതുവരെ കുറച്ച് സമയം എന്തായാലും എനിക്ക് കുറച്ചു കാലം അവർ പറയും വിട്ടേ. വാബസിർ എന്ത് ചെയ്യാ, നിങ്ങൾ കണ്ടറിയും. അവരെന്ത് ചെയ്യും, കണ്ടറിയും. ഇനിയും ആയത്ത്, ഇനി ഇമാം മിമ്പർ എന്ന് പറയുമ്പോൾ
എന്താ ഈ പറഞ്ഞത്? ഇത് പറയുമ്പോ നമുക്കറിയാം ഖുതുബ തീർന്ന് ഉറങ്ങുന്നവരൊക്കെ ഒന്ന് എണീച്ച് ഒന്ന് റെഡിയായി നിൽക്കുന്ന സമയമാണ് അല്ലെ. സാധാരണ സമസ്താന്റെ പള്ളിയിൽ നിന്ന് പണ്ടൊക്കെ നാട്ടിൻ പുറത്തുനിന്ന് ഒരു പിന്നെ അമീർ മുഅ്മിനീൻ എന്ന് പറയുമ്പോഴേക്കും അതെല്ലാം എല്ലാവരും എന്ത് ചെയ്യാ, ശരിയാ കയ്യാനായിട്ടുണ്ട്, ഏകദേശം തീരാനായിട്ടുണ്ട്. അതുപോലെ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്ത് എന്ന് പറയുമ്പോൾ സൗദി ഗൾഫ് രാജ്യങ്ങളിൽ മിക്കവാറും എന്ത് ചെയ്യും, ഖുതുബ കയ്യാനായിട്ടുണ്ട്, ഓക്കെ ഖലാസായി എന്ന്. എന്താണ് ഈ പറയുന്നത്? നമുക്ക് കേൾക്കണ്ട എന്താണ് ഈ പറയുന്നത്. അന്നേരം പറയണമെന്നൊന്നുമില്ല, അതൊരു ഖുതുബയിൽ ഇങ്ങനെ വന്നു പോരുന്നതേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ഖുതുബ അവസാനിപ്പിക്കണം എന്നുള്ള നിയമങ്ങളൊന്നും ഇല്ല. ഖുതുബയുടെ ദുആ അതാ ഉദ്ദേശിക്കുന്നത്. ഖുതുബയുടെ ദുആ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നു പറയുന്നു, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് അതുകൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ള നിയമങ്ങളൊന്നല്ല. ഇത് ആ നിലക്ക് വരുന്നു, നല്ലൊരു പ്രാർത്ഥനയാണ്, അവസാനിപ്പിക്കുന്നു, ആ നിലക്ക് വന്നതാണ്. ചില റിപ്പോർട്ടുകളിലൊക്കെ ആ നിലക്ക് കാണുകയും ചെയ്യുന്നു. പക്ഷെ ഇതില്ലാതെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഖുതുബ നിങ്ങൾ കളിക്കലുണ്ടോ? ഇല്ല. എന്താണ് അള്ളാഹ് കാത്ത് ഇതിലുണ്ട്. സുബ്ഹാൻ എന്താണ് അർത്ഥം? എല്ലാവർക്കും അറിയാലോ. പരിഭാഷ നോക്കല്ലോ കേട്ടോ, അത് ഓരോ വേർഡ് നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷെ നമ്മൾ മൈൻഡ് അങ്ങോട്ടേക്ക് പോകാത്തോണ്ട് അർത്ഥം കിട്ടാത്തത്. എന്താ? സുബ്ഹാൻ പരിശുദ്ധനാണ്. റബ്ബിക്, റബ്ബിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ രക്ഷിതാവ് എന്താ പറയാ? എല്ലാവരും പറയും റബ്ബി. നമ്മളെ രക്ഷിതാവ് എന്താ പറയാ? റബ്ബന. അവരുടെ രക്ഷിതാവ് എന്താ പറയാ? റബ്ബുഹും അല്ലെ, റബ്ബുഹും അവരുടെ റബ്ബ്. റബ്ബുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങള്, റബ്ബിക്ക നീക്കും നിങ്ങള് എല്ലാരും. സുബ്ഹാന റബ്ബിക്, നിന്റെ റബ്ബ് എന്താണ്? പരിശുദ്ധനാണ്. റബ്ബിൽ ഇസ്സ, അതും അറിയാം. ഇസ്സത്തിന്റെ റബ്ബ്, ഇസ്സത്തുള്ള പ്രതാപശാലിയായ നിന്റെ റബ്ബ്. അത് നമ്മൾ പഠിക്കാനാണ്. അവര് ഈ പറയുന്നതിനെ കുറിച്ചും അവർ അള്ളാഹിനെ കുറിച്ച് പല വിവരം കേട്ട പടുജാഹിലികൾ പലതും പറയും. ഞാൻ പറയുന്നത് നിന്റെ റബ്ബാരാണ് പരിശുദ്ധൻ. അള്ളാഹ് ഉപയോഗിച്ച പദം സുബ്ഹാൻ എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ ഈ പിന്നെ അള്ളാഹ്ക്ക് സന്താനുണ്ട്, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്നൊക്കെ പറയുമ്പോഴൊക്കെ തൊട്ടടുത്തായിരിക്കും സുബ്ഹാൻ. അള്ളാഹ് നിന്റെ റബ്ബ് ആ പരിശുദ്ധൻ എന്നുള്ളത് കൊണ്ടാണ് ഈ വാക്കുകളൊക്കെ അള്ളാഹ് ശിക്ഷ കിട്ടാതെ ഭൂമിയിൽ അവരെന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെന്ത് പടച്ചവനെ കുറിച്ച് പറഞ്ഞാലും സുബ്ഹാൻ, അള്ളാഹാണ് പരിശുദ്ധന്. മാത്രല്ല അള്ളാഹ് അർറഹ്മാന. ഈ പറയുന്ന ചങ്ങാതിക്കും നാവ് കൊടുത്തോ ശ്വാസം കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്ന ആരാണ്? അള്ളയാണ്. അത് കൊടുത്തിട്ടാണ് അള്ളാഹിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അള്ളാഹ് പരിശുദ്ധനാണ്. ഇതിന്റെ അർത്ഥം പറഞ്ഞ എല്ലാവരും ഒന്നിച്ച്. പ്രതാപശാലിയായ നിന്റെ റബ്ബ്, അവരീ പറയുന്നതിനെ പറ്റി, അവരീ വർണ്ണിക്കുന്ന വിഷയത്തെ കുറിച്ച് അള്ളാഹ് എന്താണ്? പരിശുദ്ധനാണ്. പിന്നെ അള്ളാഹ് എന്താ പറയുന്നത്? വസ്സലാം, സലാമാണ്. ആർക്ക്? സമാധാനം. അലൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് സമാധാനം. പിന്നെയോ അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ ക്ലാസ് ഡോറ് പുറത്ത് എല്ലാം പുറത്താക്കും. അള്ളാഹ്ക്കാണ്. ഇതേ വേർഡ് വെച്ചിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത്? അൽഹംദുലില്ലാഹ് ഫാത്തിർ നമ്മൾ എടുക്കാൻ പോകുന്ന ഫാത്തിർ സൂറത്ത് എന്ത് ചെയ്യുന്നത്? തുടങ്ങുകയും ചെയ്യും. ഞാൻ അതിന്റെ പ്രശ്നം കഴിഞ്ഞില്ല. നാളെ ഖുത്ബ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അങ്ങനെ കിട്ടുമ്പോ നമുക്ക് നിന്റെ റബ്ബ് എന്നൊക്കെ, അത് നമ്മളെ മുസ്ലിങ്ങളോടൊന്നല്ല കേട്ടോ പറയുന്നത്. മനുഷ്യ, നിന്റെ എല്ലാവരുടെയും റബ്ബ് എന്താണ്? പരിശുദ്ധനാണ്. അള്ളാഹ് പരിശുദ്ധനാണ്. എന്തൊക്കെ ആൾക്കാര് പറയുന്നത്, ഏതൊക്കെ രീതിയിലാണ് മനുഷ്യർക്ക് ദൈവസങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്, അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്, മക്കളുണ്ടെന്ന് പറയുന്നവർ റിഹാനലൊക്കെ. അതുകൊണ്ട് നമ്മള് സൂറത്ത് സ്വാഫാത്ത് ഒന്നാമത്തെ ആയത്ത് ഏതായിരുന്നു? ഒന്നാമത്തെ ആയത്ത് വസ്വാഫാത്തി സഫ. എന്താ അർത്ഥം? അതെ, അണിയണിയായി നിൽക്കുന്ന മലക്ക് അല്ലെ, അതാ ഉദ്ദേശിക്കുന്ന നിൽക്കുന്നവ തന്നെയാണ് സത്യം. അവസാനവും മലക്കുകളെ കൊണ്ട് പറഞ്ഞ് അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് ഒന്ന് പലപ്പോഴും ഇത് ഓതിപ്പോകുക എന്നല്ലാതെ സഫാത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ പഠിച്ചു. അള്ളാഹു ജീവിതത്തിൽ അതിന്റെ ഉപകാരങ്ങൾ നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.